ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. BJT എന്ന പോർഷനിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ DC ഫോർ എ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ്. ആൽഫ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു IC/IE ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, അതേപോലെ തന്നെ ഗാമ ഉണ്ട്. നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസിന്റെ ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് എന്തിന്റെയാണ്? കോമൺ എമിറ്ററിന്റെ ആണ്. കോമൺ എമിറ്ററിന്റെ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് ബീറ്റ. ബീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ് ഇതിന്റെ ഇക്വേഷൻ. ബേസ് കോൺഫിഗറേഷൻ്റെതാണ് ആൽഫ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെതാണ് ബീറ്റ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെതാണ് ഗാമ. ഗാമ വരുന്നത് ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ് വരുന്നത്. ഇതാണ് മൂന്ന് ഇക്വേഷൻസ്. ഈ മൂന്ന് ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഓപ്ഷൻ സി IC/IE എന്നുള്ളതാണ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് ഈസ് അച്ചീവ്ഡ് വെൻ ദ ക്യൂ പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഈസ് ലൊക്കേറ്റഡ്. ഇവിടെ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് DC ലോഡ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ക്യൂ പോയിന്റ്. ആ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എവിടെ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ ലോഡ് ലൈൻ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നമ്മൾ ഈ പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം ആക്കാൻ വേണ്ടി തന്നെയാണ് ക്യൂ പോയിന്റ് DC ലോഡ് ലൈനിന്റെ മിഡിലില് സെറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡിസ്റ്റോഷൻലെസ് ഔട്ട്പുട്ട് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്. ഡിസ്റ്റോഷൻലെസ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ക്യൂ പോയിന്റ് മിഡിലിൽ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഇൻപുട്ട് സിഗ്നൽസ് വിത്തൗട്ട് ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട്. സോ സ്മോൾ ഇൻപുട്ട് സിഗ്നൽസിലാണ് ഇത് സ്യൂട്ടബിൾ ആവുക. ഇവിടെ ഓപ്ഷൻ എ അറ്റ് ദ സെന്റർ ഓഫ് ദ ലോഡ് ലൈൻ എന്നുള്ളതാണ് ആൻസർ വരിക. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Crossover distortion typically occurs in which of the following amplifier types? Crossover distortion എന്ന് പറഞ്ഞാൽ എന്താണ്? Crossover distortion ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ crossover distortion ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Crossover distortion സംഭവിക്കുന്നത് ക്ലാസ് B ആംപ്ലിഫയേഴ്സിലാണ്, ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ എന്നുള്ളതാണ് ആൻസർ വരിക. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിന്റെ സ്റ്റേജിന്റെ ഓൺ ഓഫ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ടൈമിംഗ് കാരണം ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റോഷൻ ആണ് എന്ത്? ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. അത് വരുന്നത് ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ്. നമുക്ക് ഈ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് AB പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. ക്ലാസ് AB പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സംഭവിക്കുന്നത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന ഫോർവേഡ് ബയാസിൽ വരുന്ന വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഈ ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ പറ്റും. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്നൊരു എഫക്റ്റ് അവിടെ ഒഴിവാക്കാനായിട്ട് ക്ലാസ് AB ആംപ്ലിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ ഓപ്ഷൻ ഡി ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈൻ വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് വരിക. അപ്പൊ എന്താ വരിക? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാൻ പറ്റും. ഇതിപ്പോ കോമൺ എമിറ്ററിന്റെ കേസാണ്. കോമൺ ബേസിന്റെ കേസിലും കോമൺ കളക്ടറിന്റെ കേസിലും എങ്ങനെയാ വരുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ ഫേസ് ആയിട്ടാണ് വരിക. അതും കൂടെ ഓർത്തു വെച്ചേക്കുക. Moving on to the next question. Why is an emitter follower circuit widely used in electronic instruments? Electronic instruments emitter follower കൂടുതലായി ഉപയോഗിക്കാനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.
its output impedance is low and input impedance is high. Output impedance എന്ന് പറയുന്നത് ലോയും അതേപോലെ തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഹൈയും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇംപിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ഇംപിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഒരുപാട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ബഫർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹൈ ഇൻപുട്ട് സർക്യൂട്ടിന്റെയും ലോ റെസിസ്റ്റൻസ് ലോഡിന്റെയും ഇടയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് ലോ ആൻഡ് ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഹൈ എന്നുള്ളതാണ് ആൻസർ വരിക. അതായത് ലോഡിന്റെ ഇംപിഡൻസ് ലോയും ആയിരിക്കും, നമ്മുടെ ഇൻപുട്ടിന്റെ ഇംപിഡൻസ് ഹൈയും ആയിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 stages of a cascaded amplifier have decibel gains, ഡെസിബൽ ഗെയിൻസ് എന്ന് പറയുന്ന ഇവിടെ ഗെയിൻ A1 എന്ന് പറയുന്നത് 30യും A2 എന്ന് പറയുന്നത് 60യും ആണ്. ഡെസിബൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് dBയിലായിരിക്കും. ദെൻ ദ ഓവറോൾ ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗെയിനിന്റെ ഇക്വേഷൻ എന്താണ്? AV is equal to 20 log AV. അതായിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്നത് dBയിലെ വാല്യൂ ആണ്. dBയിലെ വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് 20 log AV എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. ഇവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? dBയിലുള്ള ഗെയിൻ തന്നിട്ടുണ്ട്. കാസ്കേഡഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഓവറോൾ ഗെയിൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? dBയിൽ ആയതുകൊണ്ട് തന്നെ A ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ A1 plus A2 ആണ്. അതുകൊണ്ട് 30 plus 60 is equal to 90 dB ആണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ ഓപ്ഷൻ ബി 90 ആണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ ആൽഫ ഓഫ് കോമൺ ബേസ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ നമ്മൾ പറഞ്ഞിരുന്നു IC ഡിവൈഡഡ് ബൈ IE എന്നുള്ളതാണ്. കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ എന്താ നമ്മൾ പറയുക? ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു IC ബൈ IE. അതേപോലെ കോമൺ എമിറ്ററിന്റെതാണ് ബീറ്റ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IC ബൈ IB ആയിരിക്കും. അതേപോലെ കോമൺ കളക്ടറിന്റെ ആണ് ഗാമ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IE ബൈ IB ആണ്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ് ആണ് ഇത് മൂന്നെണ്ണവും. ഇത് മൂന്നും നോട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചോളുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ആണ്. അതേപോലെ ബീറ്റ ഈക്വൽ ടു ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ്. അതേപോലെ തന്നെ ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ്. ഇവിടെ ഓപ്ഷൻ ആൻസർ വരുന്നത് എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ ബേസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് IC ബൈ IE ആണ് വരിക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസിസ്റ്റേഴ്സ് പാക്കേജിംഗ് ജനറലി യൂസ്ഡ് ഫോർ ലോ പവർ ആംപ്ലിഫിക്കേഷൻ. ട്രാൻസിസ്റ്റേഴ്സിന്റെ ബേസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മൾ ലോ പവർ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്നാണ്. ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്. ലോ പവർ ആയിട്ട് യൂസ് ചെയ്യാൻ, ലോ പവർ ആംപ്ലിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ മീഡിയം പവർ, അതേപോലെ ഹൈ പവർ, മീഡിയം പവർ ഹൈ പവറിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്ത് പാക്കേജിംഗ് ആയിരിക്കും? മെറ്റൽ പാക്കേജിംഗ് ആയിരിക്കും. ഇവിടുത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് മീഡിയം അല്ലെങ്കിൽ ഹൈ പവർ ആപ്ലിക്കേഷന്. ലോ പവർ ആപ്ലിക്കേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആയിരിക്കും. Moving on to the next question. If the operating point in a transistor changes, then result in. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് DC ലോഡ് ലൈനിന്റെ മിഡിലായിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. മിഡിലാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ പോയിന്റ് ആണ്. അത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ക്യൂ പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് അവിടെ ഡിസ്റ്റോഷൻ ഉണ്ടാവും. ഡിസ്റ്റോഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് പോയിന്റ് DC ലോഡ് ലൈനിന്റെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ചേഞ്ച് ആവുമ്പോൾ അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസിസ്റ്റർ വിച്ച് ലെയർ ഈസ് ഹെവിലി ഡോപ്ഡ്. ഇവിടെ നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിന്റെ ലെയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? എമിറ്റർ, ബേസ്,
എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അതില് എമിറ്റർ എന്ന് പറയുന്നത് ഇതിൽ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള റീജിയൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എമിറ്റർ ആണ് ഹെവിലി ഡോപ്ഡ് റീജിയൻ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ മറ്റ് റീജിയൻസിന്റെ പ്രത്യേകത കൂടെ നമുക്ക് പറയാം. ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ്. അതേപോലെ തന്നെ കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കാം. കോമൺ എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ്, കോമൺ ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ്, കോമൺ കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.